നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച് കുടുംബം. അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് സഹോദരനായ അഖിൽ സജീവ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴായിരുന്നു അഖിലിന്റെ ഈ പ്രതികരണം. ആരോപണ വിധേയരായ 3 സഹപാഠികൾക്ക് മാത്രമല്ല, കോളേജിലും ഹോസ്റ്റലിലും ഈ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. മരണത്തിൽ ഗൂഢാലോചനയുണ്ട്. അമ്മുവിന്റെ ഫോൺ കോൾ വിവരങ്ങൾ എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. മരണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും അഖിൽ വ്യക്തമാക്കി. കുടുംബത്തിന്റെ സമ്മതമില്ലാതെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയത്. ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇങ്ങനെ ചെയ്തത്. അത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഏറെ ഗൗരവകരമായ വാർത്തകളാണ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് സഹപാഠികളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇനിയും 6 പേരെ കൂടി ചോദ്യം ചെയ്യാൻ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അമ്മുവിന്റെ ഫോണിന്റെ ലോക്ക് മാറ്റിയത് ആരാണെന്ന് വ്യക്തമല്ല. അതുമാത്രമല്ല, മരണത്തിന് മുമ്പ് പുസ്തകത്തിൽ ഐ ക്വിറ്റ് എന്ന് എഴുതിയത് അമ്മുവിന്റെ കൈയക്ഷരം അല്ലെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി. സഹപാഠികളുടെ നിരന്തരമായ മാനസിക പീഡനം മൂലമാണ് അമ്മു ആത്മഹത്യ ചെയ്തത്. ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ 4-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അമ്മു. തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശിയായ അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അമ്മുവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒക്ടോബർ 10-ന് അമ്മുവിന്റെ പിതാവ് സജീവ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഉടനടി നടപടി ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പും നൽകിയിരുന്നതാണ്. എന്നാൽ വീണ്ടും ഇവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും പരാതി നൽകേണ്ട അവസ്ഥയുണ്ടായി. എന്നിട്ടും കോളേജ് അധികൃതർ നിന്നത് കുറ്റവാളികൾക്കൊപ്പമാണ്. സംഭവ ദിവസം വൈകിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ സന്തോഷവതിയായിരുന്നു അമ്മു. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ചാടിയ വിവരമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത്. 2.5 കിലോമീറ്റർ മാത്രമുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ അരമണിക്കൂറിലധികമാണ് ഇവർ എടുത്തത്. കൂടാതെ അരമണിക്കൂറിലധികം സമയം അവിടെ കിടത്തിയതിലും ദുരൂഹതയുണ്ട്. തിരുവല്ലയിൽ മികച്ച സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായിരുന്നിട്ടും ഒരു സൗകര്യവുമില്ലാത്ത ആംബുലൻസിൽ കിലോമീറ്ററുകൾ അകലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് എത്തിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലും ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ദുരൂഹതകൾ നീക്കാൻ ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. അമ്മു ഒരിക്കലും ജീവൻ ഒടുക്കില്ലെന്നും കുടുംബം ആവർത്തിച്ച് പറയുന്നു.